ആരോടും ഒരു പ്രശ്നത്തിനും പോവാതെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ഉള്ളിൽ തന്നെ നിന്ന് സേഫ് ആയിട്ട് ജീവിതം കൊണ്ടുപോകുന്ന നമ്മുടെ സബ്വേ പോലീസ് ആയിട്ടുള്ള ഹീറോയ്ക്ക് എതിലേ പോയാലും ഉള്ള വയ്യാവേലി മൊത്തം പിടിച്ചുകൊണ്ട് വരുന്ന ഹീറോയിനെ കൂട്ടി ഇടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നടക്കും? ഇതിന്റെ ഇടയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ, കുറച്ച് ത്രില്ലർ, റൊമാൻസ്, കോമഡി എന്ന് തുടങ്ങി എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള 2019 റിലീസായ ക്യാച്ച് ദ ഗോസ്റ്റ് എന്ന കൊറിയൻ സീരീസ് ആണ് നമ്മൾ കാണുന്നത്. മൊത്തത്തില് സൂപ്പർ ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ കമന്റ്, അതിന്റെ അപ്പുറത്ത് തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇതൊക്കെ ചെയ്യുവാണെങ്കിലേ കുറച്ചു പേർക്കെങ്കിലും നമ്മുടെ വീഡിയോസ് എത്തത്തുള്ളൂ. അപ്പോൾ സീരീസിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കഥ കണ്ട് തന്നെ മനസ്സിലാക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സ്റ്റോറി. തുടക്കത്തില് രാത്രി ഒരു പേഴ്സൺ ട്രെയിനിന്റെ ഉള്ളില് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് ഒരു കത്തിയും പിടിച്ചാണ് നടക്കുന്നത്. ആരെ കൊല്ലാനാണോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പം ആളും കാര്യമായിട്ട് എന്തോ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്യുന്നത്. പേടിച്ചലറി താഴെ വീഴുമ്പോഴാണ് മനസ്സിലാവുന്നത് സ്വന്തം ഫോൺ തന്നെയാണ് റിങ് ചെയ്തത് എന്ന്. ഈ പേടിത്തൊണ്ടനാണ് നമ്മുടെ ഹീറോ ഇൻസ്പെക്ടർ കോ അഥവാ കോ ജീസു. ഇൻസ്പെക്ടർ കോ എന്നോ അല്ലെങ്കിൽ ജീസു എന്നോ നമുക്ക് വിളിക്കാം. നാളെ സബ്വേ സ്റ്റേഷന്റെ 30ാമത്തെ ആനിവേഴ്സറി ആണ്. അതുകൊണ്ട് സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹീറോ വന്നേക്കുന്നത്. സീറ്റിന്റെ അടിയടക്കം മൊത്തത്തില് ചെക്ക് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ കമ്മീഷണർ മീഡിയനെ മൊത്തം വിളിച്ചുകൊണ്ട് സബ്വേ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. കാറിൽ നിന്ന് തുടങ്ങി സബ്വേ സ്റ്റേഷൻ വരേക്കും സബ്വേ സ്റ്റേഷനെയും അവിടെ വർക്ക് ചെയ്യുന്ന പോലീസുകാരെയും പൊക്കി പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. നമുക്ക് സജ്ജമായിട്ടുള്ള പോലീസ് ഉണ്ട്, ഇനി ആരെയും പോക്കറ്റ് അടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അതിനൊരു എക്സ്പെരിമെന്റ് ആയിട്ട് എങ്ങനെയാണ് സബ്വേ പോലീസ് ഈ പോക്കറ്റ് അടിക്കുന്ന ആൾക്കാരെ പിടിക്കുന്നതെന്ന് ഡെമോയും കാണിച്ചു കൊടുക്കുന്നു. കമ്മീഷണറുടെ പോക്കറ്റ് അടിക്കാൻ 2 പേര് വരും. അത് 2 പേരും പോലീസാണ്. അവരെ പിടിക്കാൻ വരുന്നത് നമ്മുടെ ഹീറോ ജീസു. മൊത്തം മീഡിയ വീഡിയോ എടുത്തോണ്ടിരിക്കുവാണ്. ആ 2 പോലീസുകാർ വന്ന് പോക്കറ്റ് അടിക്കാൻ നോക്കുന്നതും ഹീറോ വന്ന് പിടിച്ച് 2 പ്രാവശ്യം മലത്തിയടിച്ച് വിലങ്ങും വെക്കുന്നുണ്ട്. നമ്മുടെ സബ്വേ പോലീസ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കള്ളന്മാര് പോക്കറ്റ് അടിക്കാൻ വിചാരിക്കുമ്പോഴേക്കും നമ്മൾ ഇതേ കണക്ക് പിടിച്ചിരിക്കുന്ന പറഞ്ഞ് കമ്മീഷണർ സേഫ് ആയിട്ടിരിക്കുന്ന തന്റെ പോക്കറ്റിലെ വാലറ്റ് എടുത്ത് കാണിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു വാലറ്റേ ഇല്ലാന്ന്. ആ കമ്പാർട്ട്മെന്റിൽ മൊത്തം ഉള്ളത് കുറച്ച് സാധാരണ ജനങ്ങളും ഫുള്ള് മീഡിയയും പോരാത്തതിന് ബാക്കി ഫുള്ള് പോലീസുകാരും. എന്നിട്ട് അവിടെ ഒറ്റ ഒരാളുടെ പോലും പേഴ്സും ഇല്ല, പൈസയും ഇല്ല. ഫുള്ള് പോക്കറ്റ് അടിച്ചിട്ടുണ്ട്. ഗ്രാസ് സൂപ്പേഴ്സ് ആണ് അത് ചെയ്തിട്ടുള്ളത്. മൊത്തം മീഡിയനെ വിളിച്ചു വരുത്തി കമ്മീഷണറുടെ അടക്കം പോക്കറ്റ് അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നാണക്കേടുള്ള കാര്യമാണ്. ട്രെയിൻ നിർത്താൻ ഹീറോയോട് പറയുമ്പം മാഡം അതെങ്ങനെയാ ശരിയാവുക, നമ്മള് ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് കിട്ടും. ഹീറോ അത്രത്തോളം കെട്ടുപാടോടെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. ആ കമ്പാർട്ട്മെന്റിൽ നിന്ന് ആരും പുറത്തേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് ട്രെയിൻ നിർത്തിയിട്ട് എല്ലാരെയും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ ശ്രദ്ധിക്കുന്നത് സീറ്റിന്റെ അടിയിൽ എന്തോ ഉണ്ടെന്ന്. തുറന്ന് നോക്കുന്നതും ജീവൻ പോകുന്ന പോലെ പേടിച്ചു പോകുന്നുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു ഡെഡ് ബോഡി ഉണ്ട്. ചെറിയൊരു ന്യൂസ് കളക്ട് ചെയ്യാവുന്ന മീഡിയാസിന് അതൊരു വലിയ ഫീസ്റ്റ് ആയിരുന്നു. പിന്നെ കൊറിയ മൊത്തം ചർച്ച ഇതാണ്. ഇങ്ങനെ ഡെഡ് ബോഡി കിട്ടുന്നത് ആദ്യമായിട്ടൊന്നുമല്ല, ഇത് 4ാമത്തെ ഡെഡ് ബോഡിയാണ്. പ്രസ് മീറ്റ് വിളിച്ച് ഇതിന്റെ ഉത്തരവാദിത്വം മൊത്തം ഞാൻ ഏറ്റെടുത്തോളാന്നും 3 മാസത്തിനുള്ളില് കില്ലറെയും മൊത്തം കള്ളന്മാരെയും പിടിക്കുന്നു പ്രസ് മീറ്റ് വിളിച്ച് പറയുന്ന കമ്മീഷണർ സബ്വേ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഹീറോയുടെ അടുത്ത് എത്രയും പെട്ടെന്നുള്ള കള്ളന്മാരെ മൊത്തം പിടിച്ചോണെന്നും സബ്വേ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള മാരി, നമുക്ക് മിരി എന്ന് വിളിക്കാം, മാരി എന്ന് വിളിച്ചാലും ബോറല്ലേ, മിരിനോട് 3 മാസത്തിനുള്ളില് കില്ലറെ പിടിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. മിരി 2 വർഷമായിട്ട് ഈ ഒരു കേസിന്റെ പുറകെ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ പോലും ആ കില്ലറെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അത്രയും ഡയലോഗ് അടിച്ചിട്ട് ഇത്രയും വലിയ പ്രശ്നം വന്നതിന്റെ ഫ്രസ്ട്രേഷനില് അവരെ നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ടാണ് കമ്മീഷണർ പോകുന്നത്. ഹീറോ മിരിനോട് ഹീറോയുടെ സ്റ്റേഷനിലെ CCTV ഫുട്ടേജ് ഒക്കെ മിരിക്ക് കൊടുത്ത് 2 പേർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഒരു കൊളാബറേഷനും കോപ്പറേഷനും ഞാനില്ല എന്ന് പറഞ്ഞ് മിരി അവിടുന്ന് പോകുന്നു. പിന്നെ 2 കൂട്ടരും അവരുടേതായ സ്ഥലത്ത് മീറ്റിംഗ് വിളിച്ചു കൂട്ടി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ കില്ലർ വിക്ടിമിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് കൊല്ലുന്നത്, എവിടെന്നാ പിടിക്കുന്നതെന്നൊന്നും അറിവേ ഇല്ല. പ്ലാറ്റ്ഫോമിന്റെയും എൻട്രി ഗേറ്റിന്റെ ഇടയിലുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് വിക്ടിമിനെ കിഡ്നാപ്പ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവർക്ക് ഒരു പിടുത്തവും. സബ്വേ ഗോസ്റ്റ് എന്നാണ് ആ കില്ലറെ പൊതുവെ പറയപ്പെടുന്നത്. ഇവിടെ ഹീറോയ്ക്ക് ഈ 1000കണക്കിന് പേരുടെ ഫിംഗർ പ്രിന്റ് ഒന്നും നോക്കിയിട്ട് കള്ളനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് ടു ലാസ്റ്റ് ട്രെയിൻ വരെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് കള്ളനെ പിടിക്കാനാണ് ഇവരുടെ തീരുമാനം. അതുപ്രകാരം ഹീറോ രാത്രി ലാസ്റ്റ് ട്രെയിനിൽ കയറി ഒരു പെണ്ണ് കുടിച്ച് ലക്കില്ലാതെ അവിടെ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ പെണ്ണിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുന്നു. അപ്പൊ കള്ളനും വരുന്നുണ്ട്. ഹീറോ ഉറങ്ങുന്ന പോലെ കിടക്കുവാണ്. ആ പെണ്ണിന്റെ അടുത്ത് നിന്ന് കള്ളൻ മാല മോഷ്ടിക്കുന്നുണ്ട്. ബേഗ് കീറാൻ വേണ്ടി വരുമ്പോഴേക്കും ഹീറോ ഇത് ശ്രദ്ധിച്ച് അവനെ പിടിക്കാൻ വരുന്നു. അപ്പോഴേക്കും ആ പെണ്ണെണീറ്റ് കള്ളനെ അടിച്ച് തുവച്ച്
വിലങ്ങിടാൻ പോകുന്നതാണ് ഹീറോ കാണുന്നത്. അതെ, ഇതെന്റെ ടെറിട്ടറിയാണെന്ന് ഹീറോ. ഇതാണ് നമ്മുടെ ഹീറോയിൻ, പേര് യോറങ്. അവള് വിചാരിക്കുന്നത് ഹീറോയും ഈ കള്ളന്റെ കൂട്ടത്തിലുള്ളതാണെന്ന്. എന്നാ പിന്നെ ആദ്യം നിന്നെ പിടിക്കണം എന്നും പറഞ്ഞ് ഹീറോയെ അടിച്ചു പിടിച്ച് വിലങ്ങ് വിടുന്നുണ്ട്. അപ്പോഴേക്കും കള്ളൻ ഓടി പോന്നു. ട്രെയിന് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഹീറോയിൻ പോകാൻ നോക്കുമ്പം അതേ മര്യാദയ്ക്ക് അവിടെ നിന്നോ, എന്നെ അഴിച്ചു വിട്ടിട്ട് പോ, ഇല്ലെങ്കിൽ നീ ഇതിനെ റിഗ്രറ്റ് ചെയ്യും എന്നൊക്കെ ഹീറോ പറയുന്നുണ്ടെങ്കിലും ഹീറോയിൻ ഓൾറെഡി കള്ളന്റെ പുറകെ പോയി കഴിഞ്ഞു. കള്ളൻ അവിടെ ഊട് വഴി ഇതിലെല്ലാം കയറി അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് എതിലേക്കോ കയറി പോകുമ്പം അവിടെയൊക്കെ മുന്നിൽ ഹീറോയിൻ വന്ന് നിൽക്കുന്നു. കത്തിയിലെ വിജയ് ചെയ്യുന്ന നടക്ക് അവൾ അവിടെയുള്ള സബ്വേ സ്റ്റേഷന്റെ മൊത്തം മാപ്പും കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അയാൾ എതിലെ പോയാൽ എത്ര നേരം കൊണ്ട് ഇന്ന സ്ഥലത്ത് എത്തുന്ന വിചാരിച്ച് കള്ളം വരുന്നതിന് മുന്നേ അവിടെ വന്ന് നിൽക്കുന്ന കണ്ടിട്ട് കള്ളം തന്നെ കൺഫ്യൂസ് ആയി പോകുന്നുണ്ട്. ഇനിയിപ്പോ അവള് വല്ല പ്രേതമാണോന്ന്. അവിടെ പാവം കള്ളം ബോധം കെട്ടി വീഴുമ്പം ഇവിടെ പാവം ഹീറോ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഹാൻഡ് കഫിന്റെ കീയും ഹീറോയിന്റെ ബാഗും ഫോണും ഒക്കെ അവിടെ തന്നെയാണ് ഉള്ളത്. അതെങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ്. പല വികൃത കാണിച്ച് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് അതെടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നേ ഇല്ല. അവസാനം ഗതികെട്ട് ഒരു ചാട്ടത്തിന് അതങ്ങ് എടുക്കാന്നും പറഞ്ഞ് ചെയ്യുന്നുണ്ടെങ്കിലും താഴെ വീഴുന്നതാണ് മിച്ചം. താഴെ വീഴുന്നതും അടുത്ത സ്റ്റേഷൻ എത്തുന്നതും അവിടുന്ന് ഡോറ് തുറക്കുന്നതും അവിടെ അന്വേഷണത്തിന് വേണ്ടി വന്ന മിരിയും കിംബോയും നിൽക്കുന്നതും എല്ലാം ഒരുമിച്ചാണ് നടക്കുന്നത്. അങ്ങനെ അവരുടെ മുന്നിൽ നാണം കെട്ട് നാറി പിറ്റേ ദിവസം ഓഫീസിൽ അവർക്ക് ഒരു ഇൻസ്പെക്ടറേയും കൂടെ ആവശ്യമുണ്ട്. അതിനുള്ള ആള് ഇന്റർവ്യൂവിന് ഇന്ന് വരികയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന സമയം അങ്ങോട്ടേക്ക് വരുന്നത് ഹീറോയിൻ. അത് ഇന്നലെ പിടിച്ച കള്ളനെയും കൊണ്ട്. ഹീറോയിൻ ഇതുവരേക്കും പെട്രോൾ പോലീസായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രാസ് വൂപ്പറാണെന്ന് പറയുമ്പം അസിസ്റ്റൻസിന് വിശ്വാസം വരുന്നില്ല. ശരിക്കും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പം ബാഗ് കീറി വെച്ചത് തെളിവായിട്ടും കാണിച്ചു കൊടുക്കുന്നു. നോക്ക് ചീഫ്, പുതിയ ആള് സൂപ്പറാണെന്നും പറഞ്ഞ് ഹീറോയെ നോക്കുമ്പം അവിടെ കാണുന്നില്ല. ഹീറോയിനെ കണ്ടതും ടേബിളിന്റെ അടിയിൽ സ്ഥാനം പിടിച്ചതാണ്. അവള് സംസാരിക്കാൻ വരുന്നതും അങ്ങനെ ഭൂമി വളർന്ന് താഴേക്ക് പോയാൽ മതി എന്നാണ്. പക്ഷെ പിളർക്കാൻ പറ്റാത്തതും കൊണ്ട് മുഖവും പൊത്തിപ്പിടിച്ചിരിക്കുന്നുണ്ട്. എന്നാലും ഇവള് വന്നിട്ട് കളകളാ സംസാരിക്കുന്ന കണ്ടിട്ട് ഒന്ന് പോയേ, നീ പോന്ന് തന്നെയാണ് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം ഫേസ് കാണിക്കുമ്പോഴാണ് ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അവളെ സംസാരിക്കാൻ സമ്മതിപ്പിക്കാതെ വാ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാമെന്നും പറഞ്ഞ് എണീറ്റ് തോന്നു. ഇന്റർവ്യൂ ചെയ്യാനെന്നും പറഞ്ഞ് കൂട്ടിയിട്ട് പോയിട്ട് ഇരുന്ന് കടകടയെന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. പ്രിന്റ് അവളെയും കൊണ്ട് എന്നെ എടുപ്പിച്ച് നോക്കുമ്പം ഡിസ്ക്വാളിഫൈ ആവാനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാണ് ഹെഡിങ് തന്നെ. ഇന്റർവ്യൂ എടുക്കുന്നതിന് മുന്നേ തന്നെ റിജക്റ്റ് ആയി. അതിന്റെ കാരണങ്ങൾ കൊടുത്തിരിക്കുന്നത്: 1, ടെറിട്ടറിക്കുള്ളിലെ സൂപ്പർവൈസറുടെ അനുമതി ഇല്ലാതെ കള്ളനെ പിടിക്കാൻ വന്നു. 2, ഒരാള് കുറ്റവാളിയാണെന്ന് ഉറപ്പുവരുത്താതെ ഹാൻഡ് കഫ് ചെയ്തു. 3, വിലങ്ങണിയിച്ച ആളെ നോക്ക് പോലും ചെയ്യാതെ പോയി. അതൊരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണ്. പോരാത്തതിന് അവളുടെ അടുത്ത് ഈ ഒരു ജോബിന് വേണ്ടി വരാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പം അവളുടെ മുഖത്തും കണ്ണിലും മൊത്തം കള്ളത്തരും. കഥ ഉണ്ടാക്കി പറയാണെന്ന് മനസ്സിലാവും വിധം ഫേസ് വെച്ച് സമയം എടുത്തിട്ടാണ് സബ്വേ സ്റ്റേഷൻ ലവ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് ഞാനെന്നും അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ജോലിക്ക് വന്നേന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ സാലറി കുറവായിരിക്കും. ശരിയില്ല, നിന്റെ പറച്ചിലും ശരിയില്ല, കണ്ണും ശരിയില്ല, നോട്ടവും ശരിയില്ല, ഒന്നും ശരിയില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോളാൻ ഹീറോ. ആദ്യം എന്റെ കഴിവ് നോക്കണം സാർ, എന്നിട്ട് വേണം ഇങ്ങനെയൊക്കെ പറയാൻ. എനിക്ക് ഈ സബ്വേ സ്റ്റേഷന്റെ മുക്കും മൂലയും കാണാപ്പാടം അറിയാം. അത് യൂസ്ഫുൾ ആയിരിക്കും സാർ. ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും വലിയ മാപ്പ് ഉണ്ട്, അതിൽ നോക്കിക്കോളാം. നീ ഇവിടുന്ന് പോവാൻ നോക്കുന്ന ഹീറോ. ഹീറോയിനാണെങ്കിൽ കുറേ കെഞ്ചുന്നുണ്ട്, പക്ഷെ സമ്മതിക്കുന്നില്ല. പുറത്ത് വന്നിട്ട് ബാക്കി കോവർക്കേഴ്സിന്റെ അടുത്തും ഹീറോയിനെ എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിൻ പിടിച്ചുകൊണ്ട് വന്ന ആളുണ്ടല്ലോ, അത് ഗ്രാസ് വൂപ്പർ ഒന്നല്ല, ആള് കഴിഞ്ഞ ദിവസമാണ് ജയിലിൽ നിന്ന് വന്നത് പോലും. അത്രയും വലിയ പരിപാടിന്റെ ഇടയ്ക്ക് കമ്മീഷണറുടെ പോലും പോക്കറ്റ് അടിച്ചായിരുന്നല്ലോ ഗ്രാസ് വൂപ്പേഴ്സ്. അത് കണ്ടിട്ട് കൂളായിട്ട് തോന്നിയിട്ട് അവരെ കോപ്പി ചെയ്തതാണ് ഈ ചെക്കൻ. ഈ കോവർക്കേഴ്സിനെ പരിചയപ്പെടാം. ഈ പിങ്ക് കളർ ഷർട്ട് ഇട്ടിരിക്കുന്ന ചെക്കന്റെ പേരാണ് സൂഹോ, മറ്റേത് ലീമാൻ. എന്നിട്ട് നേരെ ഗ്രാസ് വൂപ്പേഴ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് മൊത്തത്തില് കണ്ണുകൊണ്ട് തന്നെ സ്കാൻ ചെയ്യാണ്. ആരെങ്കിലും മോഷ്ടിക്കുന്നതായിട്ടോ സസ്പീഷ്യസ് ആയിട്ടോ ഉണ്ടോന്ന് ഫുള്ള് കണ്ണും കൊണ്ട് തന്നെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹീറോയിൻ അതിലെ വരുന്നത് കാണുന്നത്. എന്റെ ഉമ്മോ, ജീവൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുള്ള രീതിക്കാണ് ഹീറോ അവിടെ പോവാൻ നോക്കുന്നത്. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഹീറോയിന്റെ പുറകിലുള്ള ആള് ഷൂസിലെ ക്യാമറ വെച്ച് സ്കേർട്ടിന്റെ അടിയിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് ശ്രദ്ധിച്ച ഹീറോ അപ്പുറത്തൂടെ പോയിട്ട് ശരിക്കും ക്യാമറ ഉണ്ടോന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ ആളുടെ പെന്നിൽ പോലും ക്യാമറയുണ്ട്. അത് കണ്ടതും ആളെ ഫോളോ ചെയ്തു പോയി പുറത്തു വരെ പോയിട്ട് ഞാൻ സബ്വേ പോലീസാണ്, ഒരു സംശയമുണ്ട്, ഷൂസ് ഒന്ന് ഊരാവോന്ന് ചോദിച്ച് ഷൂസ് ഊരി നോക്കുമ്പം അതിന്റെ ഉള്ളില് ക്യാമറയും കണ്ടുപിടിക്കുന്നുണ്ട്. ദാ നോക്ക് സാർ, എവിഡൻസ് ഇല്ലാതെ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് പോവാൻ നിൽക്കുമ്പം അതൊക്കെ ആര് പറഞ്ഞു, ഞങ്ങൾ എപ്പോഴും ഈ ഡിവൈസും കൊണ്ടാ നടക്കുക എന്നും പറഞ്ഞ് ഹീറോ നോക്കുമ്പം മെമ്മറി കാർഡ് എംറ്റി ആണെന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ എവിഡൻസ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.
എന്നും പറഞ്ഞ് പോകുമ്പം വിടാതിരിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പക്ഷെ അയാൾ ശരിക്കും വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കൂട്ടാളിന്റെ കൂടെ കൂടിയിട്ട് ഇന്റർനെറ്റില് പോസ്റ്റും ചെയ്തു വിടുന്നു. അത് ഒരുപാട് പേര് കണ്ടിട്ട് ഒരു പോലീസിനെ തന്നെ ഇങ്ങനെ വീഡിയോ എടുത്തു കണ്ട് അവർക്ക് ഭയങ്കര സന്തോഷം. പോരാത്തന്നെ സെക്സിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ കുറെ കമന്റ്സും. രണ്ടുപേരുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻവൈറ്റ് ചെയ്യാന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഹീറോയിന്റെയും വേറൊരു പെണ്ണിന്റെയും ഫോട്ടോ വെക്കുമ്പം ഹീറോയിൻ ഭയങ്കര അഗ്ലിയാണ്, അതുകൊണ്ട് അവളെ റിജക്ട് ചെയ്തേക്ക്, മറ്റേ പെണ്ണിനെ ഇൻവൈറ്റ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ ഹീറോയിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ എവിഡൻസ് ഇല്ലാത്തതും കൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന്. എന്നിട്ട് അവന്മാർ എന്തായാലും അത് അപ്ലോഡ് ചെയ്യും. അപ്പൊ നമുക്കത് കണ്ടുപിടിച്ച് കേസ് കൊടുക്കാന്നൊക്കെയാണ് പറയുന്നത്. അത് ഉറപ്പായിട്ടും വൈറലാവും. അപ്പൊ നമുക്ക് പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാ ദേഷ്യം വരാത്തത്? വേണ്ട, നിർത്ത്, മനസ്സിലായി, ഞാൻ തന്നെ നോക്കിക്കോളാം എന്നും പറഞ്ഞ് അവള് എന്നെ കുറെ നേരം തപ്പി കണ്ടുപിടിക്കുന്നു. നല്ല ദേഷ്യത്തിൽ നിൽക്കുമ്പം ഹീറോ നോക്കാൻ വരുന്നതും കൂടെ കണ്ടിട്ട് നോക്കരുത്, മാറി നിൽക്കുന്ന അവള്. അയ്യേ, അല്ലേലും ഞാൻ നോക്കുന്നൊന്നുമില്ല, നീ അത് സീക്രട്ട് ഫോൾഡർ ഉണ്ട്, അതിലേക്ക് സേവ് ചെയ്യ്. എന്താ സേവ് ചെയ്യാനോ? എടാ വൃത്തിയിട്ടാണ്, എന്നിട്ട് നിനക്ക് നോക്കാനല്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല നോക്കാനല്ല, അത് സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിലീറ്റ് ആക്കി കളയും. അതിനു മുന്നേ അത് എവിഡൻസിന് വേണ്ടിയിട്ടാണ് സേവ് ചെയ്ത് വെക്ക്. ശരി, നോക്കരുത് എന്ന് പറഞ്ഞ പൊത്തിയൊക്കെ പിടിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് സൗണ്ടൊക്കെ മാറ്റിയിട്ട് ഇതാ വന്ന് നോക്ക്, ഇങ്ങോട്ട് വന്ന് നോക്കിക്കേ. അയ്യോ പൊന്നെ, ഞാനൊന്നും നോക്കുന്നില്ല, നീയല്ലേ ഇപ്പൊ പറഞ്ഞ നോക്കരുത് എന്ന്. അതല്ലടോ, വേറെയാണ്, വന്ന് നോക്ക്. ആ മറ്റേ പെണ്ണിന്റെ വീഡിയോയും അവളെ ഇൻവൈറ്റ് ചെയ്തു എന്നൊക്കെയുള്ള മെസ്സേജ് ഒക്കെ കാണുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരുടെയും വീഡിയോ എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ഇവർക്ക് ആരെയാണോ വേണ്ടത് അവരെ സെലക്ട് ചെയ്ത് ഇൻവൈറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെ ഡ്രഗ് കൊടുത്ത് റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് കാണുന്ന ഹീറോയിന് രക്തമൊക്കെ തിളയ്ക്കുന്നുണ്ട്. വാപ്പുവാന്ന് പറഞ്ഞ് നിൽക്കുമ്പം എങ്ങോട്ട് പോവാൻ, അടങ്ങിയിരിക്കേ. സബ്വേ പോലീസിന് ഈ പരിപാടി ഒന്നും പറ്റത്തില്ല, നമ്മള് ഗ്രാസ് റൂപ്പേഴ്സിനെ അറസ്റ്റ് ചെയ്യാണ് വേണ്ടത് എന്നും പറഞ്ഞ സൈബർ ക്രൈമിലേക്ക് വിളിച്ച് ഈ കാര്യം പറയുമ്പം അവര് വിചാരിക്കുന്നത് പ്രാങ്ക് ആണെന്ന്. ഒന്ന് വെച്ചിട്ട് പോടോന്ന് പറഞ്ഞു പോകുന്നുണ്ട്. വയലന്റ് ക്രൈമിലേക്ക് വിളിക്കുമ്പം കാര്യം നടന്നില്ലല്ലോ, ആദ്യം നടക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്നാണ് കിട്ടുന്ന റെസ്പോൺസ്. ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞ ഹീറോ നിൽക്കുമ്പോഴേക്കും അവൾ ഓൾറെഡി പോയിട്ട് ഗണ്ണും എടുത്ത് നേരെ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയുടെ ഫോൺ വിളി കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്കുന്നൊന്ന് നോക്കുമ്പോഴാണ് ഇവള് തോക്കും എടുത്ത് പോകുന്നാണെന്നത്. അതേ കൊച്ചെ, അതൊന്നും എടുത്തിട്ട് പോകല്ലേ, പണി കിട്ടും. ആർക്കേലും എന്തെങ്കിലും പറ്റുമ്പോ എനിക്ക് അങ്ങനെ നോക്കിയിരിക്കാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞ് ഇവള് ഒറ്റൊരു പോക്കാണ്. 2 ബിസിനസ് ഡേയ്സ് എടുത്തിട്ടാണ് ഹീറോയ്ക്ക് കത്തുന്നത് പോലും പുറകെ പോയിട്ട്. അതെ, നമ്മളൊന്നും തോക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അതൊക്കെ ഫോർമാലിറ്റിക്ക് വെച്ചേക്കുന്ന കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആര് കേൾക്കാൻ. അവസാനം ഇവള് പറയുന്നേ കേൾക്കാത്തേ കൊണ്ട് അവനും കൂടെ ഓടിപ്പിടിച്ച് വണ്ടി കയറുന്നുണ്ട്. കയറി കഴിഞ്ഞതും വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന വിധത്തിലാണ് അവള് വണ്ടി ഓടിക്കുന്നത്. സ്പീഡ് ലിമിറ്റ് കൂടിപ്പോയി, കുറയ്ക്കെന്ന് പറയുന്നതിന് ഇടമിണ്ടാതിരിയടോ സമയമില്ലെന്ന് അവള്. സിഗ്നലിൽ അവളെ വണ്ടി നിർത്തുന്നത് ലൈനിന്റെ കുറച്ചപ്പുറത്താണ്. അത് തിരിച്ച് ബേക്കോട്ട് എന്നെ എടുത്ത് വെപ്പിക്കുന്നുണ്ട്. ഇതിലൊക്കെ കാണുന്നത് ഹീറോ എത്രത്തോളം റൂൾസ് നോക്കുന്ന ആളാണ് എന്നാണ്. നമുക്ക് പാട്രോൾ കാർ എടുത്തിട്ട് പോയാലോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പം നമുക്ക് പാട്രോൾ കാർ ഒന്നും ഇല്ല, ഫുള്ള് ട്രെയിനാണ്. അവള് സിഗ്നൽ ഇട്ടതും അങ്ങ് പറക്കുവാണ്. വണ്ടികളൊന്നും ശ്രദ്ധിക്കാതെ അതിലും ഇതിലേയും പൊളച്ചൊക്കെ കൊണ്ടുപോകുന്ന കണ്ടിട്ട് വണ്ടിന്റെ അടിയിൽ പോയി കയറുമെന്നാണ് ഹീറോയ്ക്ക് പേടി. അവൾ ഓടിക്കലിനെ പേടിച്ച് ഷർട്ടിൽ പിടിക്കുമ്പം ഉള്ള ബട്ടൺസ് ഒത്താണെങ്കിൽ പറഞ്ഞു വരുന്നു. അവള് മാനം കാക്കാൻ നോക്കുന്നത് ജീവൻ പോയാനെ. ജസ്റ്റ് മിസ്സിനെ ഹീറോ ഹാൻഡിൽ പിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. കുറച്ച് സൈഡ് മാറി നിർത്തിയിട്ട് ഹീറോ ജാക്കറ്റ് ഊരി കൊടുക്കുന്നതിന് എനിക്ക് അത് വേണ്ട, നിങ്ങളുടെ ഷർട്ട് മതിയെന്ന് ഹീറോയിൻ. അങ്ങനെ അടിച്ചു പിടിച്ച് അവരുണ്ടാവുന്ന പറഞ്ഞ സ്ഥലത്ത് പോയി നോക്കുമ്പം ഓൾറെഡി അവര് പോയി എന്നാണ് പറയുന്നത്. ബാൽക്കണിയിലൂടെ നോക്കുമ്പം അവരിപ്പോഴാണ് കാറും എടുത്ത് പോകുന്നത്. ഹീറോ പെട്ടെന്ന് താഴെ കൂടെ പോവാൻ നോക്കുമ്പം അവൾ അതിന് മുന്നേ ഓടേണ്ടയാണ്, പക്ഷെ കാണുന്നില്ല. തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഓൾറെഡി ബാൽക്കണിയിൽ നിന്ന് നേരെ താഴെ ചാടിയത്. ഈ പ്രാന്തീനെയും കൊണ്ട് പറഞ്ഞ നേരെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയി നോക്കുമ്പം അവള് വണ്ടി എടുത്ത് റെഡിയായി നിൽക്കുവാണ്. ആ കാറിന്റെ പുറകെ വെച്ച് ഓടിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് പോകുമ്പം അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവര് ഫോളോ ചെയ്യണമെന്ന്. നല്ല സ്പീഡിൽ പോകുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാറും കൂടെ വരുമ്പം ബാക്കി ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പുറത്തേക്ക് ഹീറോയിൻ നോക്കുമ്പോഴാണ് ഒരു സബ്വേ സ്റ്റേഷൻ കാണുന്നത്. സ്റ്റെപ്പാണ്, ഒന്നും നോക്കൂല, എടുത്തങ്ങ് കേറും. സ്റ്റെപ്പിലൂടെ വണ്ടി ഓടിച്ച് ചറവറയെന്ന് പോകുന്ന കണ്ടിട്ട് ഹീറോയുടെ ജീവൻ പോകുന്നുണ്ട്. അവള് പോകുന്ന സ്പീഡിന് സബ്വേയിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ തലയുണ്ടോന്നൊക്കെ എണീറ്റ് നോക്കുന്നു. മൈൻഡ് മാപ്പ് വെച്ച് ഓടിച്ച് ഒരു സ്റ്റെപ്പിന്റെ അടുത്ത് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. സ്റ്റെപ്പ് കയറ്റി സ്കൂട്ടിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ഇറങ്ങാൻ വേണ്ടി ഹീറോയെ വിളിക്കുമ്പം എനിക്ക് ശരീരമുണ്ട് പക്ഷെ ആത്മാവില്ല എന്ന് പറയുന്നതാണ് ഹീറോയുടെ അവസ്ഥ. അവളതൊന്നും മൈൻഡാക്കാതെ സ്റ്റെപ്പ് കയറി നേരെ റോഡിൽ പോകുമ്പം അവരുടെ കാറ് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ നിൽക്കുന്നതും ജസ്റ്റ് മിസ്സിനെ ഇടിക്കാതെ നിൽക്കുന്നുണ്ട്. അതെ, രണ്ടുപേരും ഇങ്ങനെ ഇറങ്ങിക്കേ എന്ന് പറയുമ്പോ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവള് പോലീസാണെന്ന്. ഇവള് കാറിലെ കയ്യും വെച്ച് ഊന്നി നിന്ന് ഇറങ്ങിറങ്ങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവര് കാറ് ബേക്കടിക്കലും അവള് താഴെ വീണ് കമന്ന് കിടക്കലും ഒരുമിച്ച്.
ഹീറോ അത്രയും കഷ്ടപ്പെട്ട് ആ സ്റ്റെപ്പ് മൊത്തം വണ്ടി ഉന്തി കയറ്റി മേലെ വന്ന് അണ്ടകടാകം പൊളിഞ്ഞു നിൽക്കുമ്പോൾ കാണുന്നത് ഹീറോയിൻ നടു റോഡില് കമന്ന് കിടക്കുന്നത്. കഷ്ടപ്പെട്ട് പിടിച്ച് വലിച്ച് റോഡിൽ കൊണ്ടിടുമ്പം അങ്ങനെ ഒരു കടത്താണ്. ഹീറോയുടെ ടെൻഷൻ ഫൈൻ കിട്ടുന്നത്. ഇതിനൊക്കെ എന്തിനാ ടെൻഷൻ ആവുന്നത്? നമ്മളൊരാളെ രക്ഷിക്കാൻ പോകുന്ന ധീരപ്രവർത്തനത്തിനിടയിലല്ലേ ഇത് കിട്ടിയത്. റിഗ്രറ്റ് ആവരുത്. ഞാൻ ഓൾറെഡി റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഹീറോ ഇവിടെ ഒച്ചയെടുക്കുമ്പം അവിടെ അപ്പുറത്തെ അവന്മാര് ഹീറോയിൻ പുറകെ വന്നതും ഒക്കെ പറഞ്ഞ് ഒരുമാതിരി കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ്. ആ വെബ്സൈറ്റില് മറ്റേ പെണ്ണിന്റെ നമ്പർ കണ്ടുപിടിച്ച് ആ വീഡിയോ ആ പെണ്ണിന് അയച്ചു കൊടുക്കുന്നുണ്ട്. ആ പെണ്ണ് അതും കണ്ട് അവിടെ പേടിച്ച് നിൽക്കുമ്പം ഇവിടെ ഹീറോയിൻ വയറൂരി കത്തിച്ച് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന ഹീറോ അത് നോക്കിയിട്ട് ഇതെന്താ സംഭവം, കീ ഇവിടെ പോയി എന്ന് ചോദിക്കുമ്പം അത് ഓണറിന്റെ അടുത്ത് ഉണ്ടാവും. ഓണറാ? അപ്പൊ ഇത് പേടിക്കാനൊന്നുമില്ല, നിന്റെ അടുത്ത് ഞാൻ തോക്ക് കടം മേടിച്ചായിരുന്നല്ലോ. അതേ കണക്ക് വണ്ടി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് ആരുടെ അടുത്തുനിന്ന് കടം മേടിച്ചു. കടം മേടിച്ചെന്നല്ല, മോഷ്ടിച്ചെന്ന് പറ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമാണെന്ന് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കവേ അവൾ ഓൾറെഡി അത് ഓണാക്കി കഴിഞ്ഞു. ഹീറോയെ കൂട്ടിയിട്ട് അവിടുന്ന് പോവാണ്. പോലീസ് സ്റ്റേഷനിൽ വന്ന് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന കണ്ടിട്ട് സുഹോയ്ക്ക് ഭയങ്കര സന്തോഷം. നമ്മള് വയലന്റ് ക്രൈം കേസ് ഒക്കെ നോക്കുവാണെന്ന്. ആ വിക്ടിമായിട്ടിരിക്കുന്ന പെണ്ണിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷെ CCTV നോക്കണമെങ്കിൽ പെർമിഷൻ മേടിക്കണം. ജീവൻ മരണ പോരാട്ടത്തില് പെർമിഷൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ഹീറോയിൻ ചോദിക്കുന്നതിന് അതൊന്നും പറ്റത്തില്ല, പ്രോട്ടോകോൾ ആണ്, അതിനനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഹീറോ. അവൾ അവിടെ ടേബിളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ പിച്ചാത്തി കത്തി എടുത്ത് നോക്കുമ്പം നോക്കു വച്ചേ, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, പണിഷ്മെന്റ് കൂടും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഒറ്റ ഓട്ടാണ്, പുറകെ തന്നെ അവരും. ഹീറോയിനെ കുറിച്ച് അറിയാവുന്നേ കൊണ്ട് ഹീറോ ഓടി. പക്ഷെ ബാക്കി രണ്ടുപേർക്ക് ഇത് പുതിയതാണല്ലോ, അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് മനസ്സിലാക്കുന്നത്. പോയി നോക്കുമ്പോഴേക്കും അവളെ കത്തി ഉപയോഗിച്ച് സർവൈലൻസ് റൂം തുറന്ന് അകത്തും കയറി. നോക്ക്, ഇതൊന്നും പാടില്ല, പണിയാവും. നീ ശരിക്കും ഷിപ്പിലെ ഓട്ട് തന്നെയാണ്. അതിലെ വെള്ളം കയറി നീ ഞങ്ങളെയും കൂടെ മുക്കി കൊല്ലുന്നുള്ള രീതിക്ക് പറയുമ്പം അത് ശരിക്കും നീയാണെന്ന് ഹീറോയിൻ. അതെ, ഹീറോയ്ക്ക് ഹേർട്ടായി. അവൻ തന്നെ ഇരുന്ന് CCTV നോക്കുന്നു. ആ റൂം നോക്കുന്ന ആൾ അകത്ത് ഉറങ്ങുവാണ്. സുഹമാണ് വാതിലും പിടിച്ചു നിൽക്കുന്നത്. ഇവർ ഓൾമോസ്റ്റ് കണ്ടുപിടിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ആൾ എണീറ്റ് വരുന്നതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. സുഹോ പെട്ടെന്ന് പോന്ന് ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും പോയി കഴിയുമ്പം പുള്ളി കറക്റ്റായിട്ട് ഡോർ തുറക്കുന്നു. ജസ്റ്റ് മിസ്സിനാണ് സുഹോ രക്ഷപ്പെടുന്നത്. പിറ്റേ ദിവസം ഇവര് CCTV ഫുട്ടേജ് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അത് വെച്ചിട്ട് ആ പെണ്ണ് എന്തോ ഒരു ഇവന്റില് പങ്കെടുത്തിയായിട്ട് മനസ്സിലാക്കി. അവിടെ പോയി അന്വേഷിക്കുമ്പം ആ പെണ്ണ് ഇന്നലെയായിരുന്നു വളണ്ടറി ചെയ്തേന്ന് പറയുന്നു. അപ്പൊ അവിടെ എല്ലാം വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഫോൺ നമ്പർ മേടിച്ച് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും ആ പെണ്ണ് കട്ടാക്കി വിടാണ് ചെയ്യുന്നത്. എന്തോ പേടിച്ച കണക്ക് റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. സുഹോയും ലീമാനും ആ പെണ്ണ് അതിലെങ്ങാനും പോകുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് എലവേറ്ററിന്റെ അവിടെയാണ് വെയിറ്റ് ചെയ്യുന്നത്. എലവേറ്ററും പോട്ടെ, എസ്കലേറ്റർ. അവിടെ ഒരാൾ തട്ടിപ്പോകുന്നതും അങ്ങനെ തിരിഞ്ഞു വന്ന് നോക്കുമ്പോഴേക്കും ആ പെണ്ണ് ഓൾറെഡി എസ്കലേറ്ററിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും മിസ്സാക്കുന്നുണ്ട്. ഇവിടെ ആ ലേഡി ആ പെണ്ണിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നോക്കുമ്പം ഒരു ഫോട്ടോയില് എക്സിറ്റിന്റെ അടുത്തുള്ള കോഫി ഷോപ്പിന്റെ അടുത്തുനിന്ന് എടുത്ത ഒരു ഫോട്ടോ കണക്കുണ്ട്. അതെവിടെയാണെന്ന് ഹീറോയ്ക്ക് അറിയത്തില്ല. എല്ലായിടത്തും ഇപ്പൊ എന്തൊക്കെയുണ്ടാവുമെന്ന് അറിഞ്ഞിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഹീറോയിൻ അങ്ങനെ കുറച്ചേരം നിന്നിട്ട് ഫുള്ള് മാപ്പ് മൈൻഡില് അങ്ങനെ നോക്കിയിട്ട് എക്സിറ്റിന്റെ അടുത്തുള്ള കോഫി ഷോപ്പ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. അവിടെയാണ് ഇപ്പൊ ആ പെണ്ണുള്ളതും. ആ പെണ്ണിന്റെ പുറകെ ഇന്നലെ വീഡിയോ എടുത്തവന്മാരിൽ ഒരാള് എന്തോ വന്നിട്ട് കുത്തുന്നുണ്ട്. മയക്ക് വരുന്ന പോലെയുണ്ട്. പുറത്തേക്ക് വരുമ്പോഴേക്കും ആകെപ്പാടെ കിറങ്ങിയാണ് വരുന്നത്. കൂടെയുള്ള അടുത്തവും പിടിച്ച് ഒരു കാറിലേക്ക് കയറ്റി ഇവർ രണ്ടുപേരും ആ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോവാണ്. ഈ സമയത്താണ് സ്കൂട്ടി എടുത്ത് പറപ്പിച്ച് ഹീറോയും വരുന്നത്. വണ്ടി എടുത്ത് ഹീറോയോട് പാർക്ക് ചെയ്യാൻ പറയുമ്പം അവിടെ ഇവര് ഇപ്പോഴും പോയിട്ടില്ല. ആ പെണ്ണിനെ കുറച്ച് ബോധം വന്ന് എണീറ്റ് പോകാൻ നോക്കുന്നുണ്ട്. ഇയാള് പിടിച്ചു വെക്കാൻ നോക്കുന്നതും ഒരുമാതിരി വണ്ടി കുലുങ്ങുന്നു. അവിടെ തന്നെ നിന്നിരുന്ന ഹീറോയിൻ ഇത് കാണുന്നുണ്ട്. സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയിട്ട് ഞാൻ പോലീസാണ്, ഒന്ന് തുറന്നേന്നും പറഞ്ഞ് അവരുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പം ഗ്ലാസ് ചെറുതായിട്ട് താത്തി തൊപ്പിയൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും പോവാന്ന് നോക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ ജസ്റ്റ് ഗ്യാപ്പില് ആ പെണ്ണിനെ കാണുന്നുണ്ട്. അത് മനസ്സിലാക്കിയത് ഇവര് വണ്ടി എടുത്ത് പോവാൻ നിൽക്കാണ്. അവളുടെ കൈയാണെങ്കിൽ ഉള്ളിലാണുള്ളതും. സ്കൂട്ടി പാർക്ക് ചെയ്യാൻ പോയ ഹീറോ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ അവനാണ് ആ ഷിപ്പിലെ ഹോള്, അത് അവളെ അടയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്ന്. അതോർത്തതും സ്കൂട്ടി അങ്ങനെ തിരിച്ച് അതിന്റെ മണ്ടേ കയറിയിരുന്ന് നല്ല സ്പീഡിൽ വരികയാണ്. അതിന്റെ ഇടയ്ക്കാണ് ഒരു അജുമ്പ പെട്ടിയെടുത്ത് നടുക്കോട്ട് വരുന്നത്. മാറ് എന്ന് പറയുന്നുണ്ട്. അവരും പേടിച്ച് മാറുന്നുണ്ടെങ്കിലും കയ്യിലുള്ള പെട്ടി താഴെയാണ് വീഴുന്നത്. ഹീറോ വണ്ടി അങ്ങനെ ഓടിച്ച് ആ പെട്ടിന്റെ മേലെ കയറ്റി അതങ്ങനെ പറന്നു വന്ന് ഹീറോ അങ്ങനെ എയറിൽ നിൽക്കുവാണ്. അവരെല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂട്ടി അങ്ങനെ പറന്നു വന്ന് കാറിന്റെ മണ്ടയിൽ ഇടിച്ചു നിൽക്കുമ്പം ഹീറോ അതിന്റെ മണ്ടയിൽ വീണ് കിടക്കുവാണ്. ഹീറോയിൻ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഓക്കെയാണോ ചീഫ് എന്ന് ചോദിക്കുന്നതിന് ഹീറോ ശ്വാസം പോരെടുക്കാൻ പറ്റാതെ വലിച്ചുകൊണ്ട് എന്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ലെന്ന്. പോലീസ് വന്ന് അവരെ അറസ്റ്റ് ചെയ്യുമ്പം ഹീറോയിനാണ് കൂടെയുള്ളത്. അവളുടെ അടുത്താണ് ചോദിക്കുന്നത് ഇയാളെ എന്താ ചെയ്യേണ്ടത്, നേരെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകണോ എന്നൊക്കെ.
ഇവള് ഇതിന്റെ ഇടയ്ക്ക് ഹീറോയെ നോക്കുമ്പം അവൻ മാറി ഇന്ന് ഫോൺ വിളിക്കുവാണ്. സൈബർ ക്രൈംസിലെ വിളിച്ച് ആ വെബ്സൈറ്റിന്റെ ലിങ്ക് തരാം, ആ പെണ്ണിന്റെ വീഡിയോസ് ഡിലീറ്റ് ആക്കണം എന്നാണ് പറയുന്നത്. അത് കാണുമ്പോ ഹീറോയിനൊരു ഇംപ്രഷൻ, നല്ല പയ്യനാണല്ലോ, ആത്മാർത്ഥത ഉണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു രീതിക്ക്. അങ്ങനെ അവള് സ്റ്റേഷനിൽ പോയിട്ട് ഹാപ്പി ആയിട്ട് അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നവരുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതിൽ അവളുടെയും കൂടെ വെക്കുമ്പോഴാണ് ഹീറോ വരുന്നത്. ഹീറോയിന് നന്നായിട്ട് ഡ്യൂട്ടി ചെയ്യാനുള്ള മനസ്സുണ്ട്, നല്ലൊരു പോലീസുമാണ് എന്ന് പറയുമ്പോ തന്നെ അവൾക്ക് ഉള്ളില് കുളുകുളുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ പറയുന്നത് പക്ഷെ സോറിന്ന്. ആ ഫോട്ടോ തിരിച്ചെടുത്ത് അവളുടെ കയ്യിൽ തന്നെ കൊടുത്ത് കൂടെ തന്നെ ഒരു എൻവലപ്പും കൊടുക്കുന്നു. ഇതെന്താണെന്ന് ചോദിക്കുമ്പം കുറച്ച് സ്പീഡ് വയലേഷൻസ്, പിന്നെ കുറച്ച് റെഡ് ലൈറ്റിന്റെ വയലേഷൻസ്, പിന്നെ കുറച്ച് കംപ്ലൈന്റ്സ്, ഇതെല്ലാം സെറ്റാക്ക്, എന്നിട്ട് സേഫ് ആയിട്ട് വീട്ടിൽ പോകും. ഹീറോയിൻ അങ്ങനെ വിഷമിച്ച് പോകുമ്പോ നിർത്തിച്ചിട്ട് നീ എന്തിനാ ശരിക്കും ജോലിക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത്? ഇവിടെ സബ്വേ സ്റ്റേഷനിലുള്ള എല്ലാ കാര്യങ്ങളും നിനക്കറിയാം, ഈവൻ മിറർ പോലും. ലൊക്കേഷൻ അടക്കം എല്ലാം ഇങ്ങനെ മെമ്മറൈസ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിക്കുമ്പം ഞാനത് പറയുവാണെങ്കിൽ എന്നെ ജോലിക്ക് എടുക്കുവോ? പൊന്നു മോളെ വേണ്ട, പോക്കോ. ഹീറോയ്ക്കാണെങ്കിൽ അവൻ 1 വർഷം ചെയ്യേണ്ട പണിയാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അവൾ എടുപ്പിച്ചത്. കരഞ്ഞുകൊണ്ട് സബ്വേ സ്റ്റേഷനിലിരിക്കുന്ന ഹീറോയിൻ നമ്മളോട് പറയാണ് ഞാനത് മെമ്മറൈസ് ചെയ്തതല്ലാന്ന്. എങ്ങനെയാണ് ഹീറോയിന് സബ്വേ സ്റ്റേഷന്റെ മുക്കും മൂലയും അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അനിയത്തി, അതും ട്വിൻ സിസ്റ്റർ, ഓട്ടിസം ഉള്ള കുട്ടിയാണ്. അവളെ കാണാതായി. നോട്ടീസ് അടിച്ച് അനിയത്തിനെ അത്രത്തോളം അന്വേഷിച്ചിട്ടുണ്ടാവും. ആ സമയത്തും മിരിയാണ് ഈ ഒരു കേസൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ആ സീരിയൽ കില്ലറാണ് തന്റെ അനിയത്തിനെ കിഡ്നാപ്പ് ചെയ്തേന്ന് മിറിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അതൊന്നല്ല, നീ ഒന്ന് പോയെന്ന് പറഞ്ഞ് ഹീറോയിനെ ഓടിച്ചു വിടുകയാണ് ചെയ്തത്. ഒരുപാട് പറയുന്നുണ്ട്, പക്ഷെ കേൾക്കാതെ പറഞ്ഞു വിടുന്നു. ആരും അനിയത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്നും പറഞ്ഞ് ഒരേ ഒരു സ്വന്തമായിട്ടുള്ള അനിയത്തിനെ അന്വേഷിക്കാതിരിക്കാൻ ഹീറോയിന് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവള് സബ്വേ സ്റ്റേഷനിലുള്ള ഓരോ സ്ഥലത്തും പോയിട്ട് ഫോട്ടോസ് എടുത്ത് കൃത്യമായിട്ട് മാപ്പ് വരച്ചുണ്ടാക്കി. ഈവൻ ആ സബ്വേ ഗോസ്റ്റ് ചെയ്ത സീരിയൽ കില്ലിങ്ങിന്റെ ഫുൾ ഡീറ്റെയിൽസ് അവളുടെ റൂമിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും പല ആവർത്തി പോയിട്ടാണ് അവൾക്ക് ആ സ്ഥലം മൊത്തം കാണാപ്പാട് അറിയാവുന്നത്. ഇവിടെ സ്റ്റേഷനിൽ ഹീറോയിൻ രക്ഷിച്ച ആ ഒരു വിക്ടിം പെൺകുട്ടി വരുന്നുണ്ട് അവരുടെ അടുത്ത് നന്ദി പറയാൻ വേണ്ടിയിട്ട്. വയലന്റ് ക്രൈം ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, സൈബർ ക്രൈം ആയിക്കോട്ടെ, എല്ലാരും റിജക്ട് ചെയ്ത കാര്യം ഇവർ അന്വേഷിച്ചില്ലായിരുന്നെങ്കിൽ ആ പെണ്ണിന്റെ അവസ്ഥ ഇന്ന് എന്തായാന്. പ്രത്യേകിച്ചും ഹീറോയിന്റെ ആ ഒരു എഫോർട്ട് അത്രത്തോളം വലുതാണ്. ഹീറോയിൻ വരുമ്പം അതിന് തനിക്ക് വലിയ നന്ദി ഉണ്ട് എന്നുള്ളത് പറയണമെന്ന് പറയുന്നു. അത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഒരുമാതിരി ആവുന്നുണ്ട്. സുഹാണെങ്കിലും എത്ര നന്ദി ഉണ്ട് എന്നുള്ളത് പറയണമെന്ന് ഒരുമാതിരി ആക്കി പറഞ്ഞിട്ട് പോന്നു. ഹീറോയ്ക്കാണെങ്കിലും നല്ല ഫീലാണ്. അവൾ അവിടെ ഫോട്ടോ വെച്ചിരുന്നിടത്തേക്ക് നോക്കി ഫീൽ ചെയ്യുന്നുണ്ട്. ഹീറോ ഒരുപാട് മെസ്സേജ് അവൾക്ക് വേണ്ടി ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഡിലീറ്റ് ആക്കുന്നു. അങ്ങനെ ടൈപ്പ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനെ കുറെ നേരം കഴിഞ്ഞ് ഹീറോയിനൊരു മെസ്സേജ് റിസീവ് ആവുന്നുണ്ട്, നിനക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് എന്ന്. അതിന്റെ അർത്ഥം എന്താ? അവളെ സബ്വേ പോലീസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തൂന്ന്. ഭയങ്കര സന്തോഷത്തില് ഓടിത്തുള്ളി ചാടി വരുന്നുണ്ട്. ഓടി കെതിച്ച് വന്ന് സ്റ്റേഷനിൽ നിൽക്കുമ്പം ലീമാൻ ആയിക്കോട്ടെ, സുഹോയ്ക്ക് ആയിക്കോട്ടെ ഭയങ്കര സന്തോഷം. ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവന്മാർ രണ്ടും പോകുന്നുണ്ട്. ഹീറോയിനാണെന്ന് നൈറ്റ് ഡ്യൂട്ടി. അവർ രണ്ടുമാണ് പാർട്ട്നേഴ്സ്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നൈറ്റ് ഡ്യൂട്ടി റൂം ഏതാണെന്ന് ചോദിക്കുമ്പം ഇവിടെ അങ്ങനെ ഒരു റൂമില്ല, ആകെപ്പാടെ ഒറ്റയ്ക്കൊരു റൂമേ ഉള്ളൂ. സാറില്ല, നീ അവിടെ കിടന്നോ, ഞാൻ പുറത്ത് കിടന്നോളാന്ന് ഹീറോ. അയ്യോ അത് വേണ്ട, ഞാൻ പുറത്ത് കിടന്നോളാന്ന് ഹീറോയിൻ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പറഞ്ഞ് അവസാനം എനിക്ക് കുറച്ചുകൂടെ CCTV നോക്കാനുണ്ട്, നീ അകത്ത് പോയി കടന്നോന്ന് ഹീറോ. ഇവിടെ മിരി സീരിയൽ കില്ലിങ്ങിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്, പക്ഷെ ഒരു ക്ലൂ കിട്ടുന്നില്ല. ചിലപ്പോ ഹീറോയിന്റെ അനിയത്തി തന്നെയാണെങ്കിലോ ഫസ്റ്റ് വിക്ടിം എന്ന് കിംബോ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒന്നും ഒരു ചാൻസേ ഇല്ലെന്നാണ് പറയുന്നത്. എന്നിട്ട് ഹീറോയുടെ അടുത്ത് നിന്ന് CCTV ഫുട്ടേജ് മേടിക്കാനും പറയുന്നുണ്ട്. ഇവിടെ ഹീറോയിനെ കടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് ഹീറോ ഉറങ്ങിയോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്കാണ് മിരിന്റെ അടുത്ത് നിന്ന് CCTV ഫുട്ടേജ് വേണമെന്നും പറഞ്ഞ് കോൾ വരുന്നത്. ഹീറോ അപ്പൊ അവിടെ എണീറ്റ് പോകുന്നുണ്ട്. അപ്പോഴാണ് അവക്കൊന്ന് സമാധാനാവുന്നത്. അവിടെ അണ്ടർഗ്രൗണ്ട് ടണലിലേക്കുള്ള കീസ് ഉണ്ട്. അതൊരു പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്, ആരും അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല എന്ന് മാത്രമല്ല സബ്വേ ഗോസ്റ്റ് അവിടെയാണ് ഉള്ളതും. പേടിച്ചിട്ടാണെങ്കിലും കീ എടുത്ത് അവള് നേരെ ടണലിലേക്കാണ് പോകുന്നത്. കുറച്ചങ്ങ് നടക്കുമ്പം ഒരുമാതിരി വല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ കേൾക്കാം. ആരോ വരുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട്. ഒന്നാമത് പേടിച്ചിട്ടാണുള്ളത്. ഇതിന്റെ ഇടയ്ക്ക് ആ സൗണ്ട് ഇങ്ങനെ കൂടി കൂടി വരുന്നു. അടുത്ത ആരോ വന്നതായിട്ട് മനസ്സിലാക്കി പേടിച്ച് തിരിഞ്ഞു നോക്കുന്നതും ആരോ അവളെ അടിക്കാനെന്നോണം കൈ ഓങ്ങുന്നു. ഇങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യുക. എന്നാലേ അതെനിക്കറിയത്തുള്ളൂ. പക്ഷെ ഞാൻ ഉറപ്പു തരാം, ഇതൊരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യിക്കുന്ന ഒരു ഡ്രാമയല്ല.